പീഡന പരാതിയിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരായേക്കും. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ അന്വേഷണ സംഘത്തിന് മുന്നേ ഹാജരാകാനാണ് സാധ്യത. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഇടക്കാല ജാമ്യ ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എസ് ശാലിനിയുണ്ട് വിവരങ്ങളുമായി. ശാലിനി, കൃത്യമായ കോടതി നിർദ്ദേശം നൽകിയിരുന്നു, അന്വേഷണവുമായി പൂർണ്ണ സഹകരണം വേണമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഹാജരാകാനാണ് സാധ്യതയല്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള പീഡന പരാതി. ഒപ്പം തന്നെ ആ വിഷയത്തിൽ ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ സിദ്ദിഖ് ഹാജരാകും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അദ്ദേഹം ഹാജരാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നിരീക്ഷണത്തിന്റെയും ഇടപെടലിന്റെയും ഒക്കെ തന്നെ രേഖകൾ അഭിഭാഷകൻ പരിശോധിക്കുകയാണ്. ഇതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഔദ്യോഗികമായ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ സിദ്ദിഖ് എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മൊഴിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിയമവശങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി പോലീസിന് മുൻപാകെ എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലോ അതുമല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ FIR ഇട്ടിട്ടുള്ള തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ ആയിരിക്കും അദ്ദേഹം ഹാജരാവുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അദ്ദേഹം എത്തുക. അവിടെ എത്തി കൃത്യമായ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംഭവം നടന്ന വർഷവും ആ ദിവസവും എല്ലാ രീതിയിലുമുള്ള തെളിവുകൾ സിദ്ദിഖിനെതിരായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഹൈക്കോടതി അടക്കം അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയതും പിന്നീട് ദിവസങ്ങൾ നീണ്ട ഒളിവിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നൊരു ഇടക്കാല ആശ്വാസം നേടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണത്തിന്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോകാനും അന്വേഷണത്തോട് സഹകരിക്കാനും അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലിനുമായി അന്വേഷണ സംഘത്തിന് മുൻപാകെ സിദ്ദിഖ് എത്താൻ പോകുന്നത്. ദേവിക, വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി.